CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പിലാവിൽ മദ്യപ സംഘത്തിന്റെ ആക്രമണത്തിൽ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്ക്. പെരുമ്പിലാവ് റെഡോൺ ആംബുലൻസ് ഡ്രൈവർ പഴഞ്ഞി കോട്ടോൾ സ്വദേശി ചേമ്പത്തയിൽ 28 വയസ്സുള്ള ഹാഷിറിനാണ് പരിക്കേറ്റത്. തൃശൂർ കുന്നംകുള റോഡിലെ ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള ഭാഗം ഉടൻ സഞ്ചാരയോഗ്യമാക്കുക, റോഡ് അറ്റകുറ്റപ്പണി നടത്തിയില്ലെന്ന MLAയുടെ പിടിവാശി ഉപേക്ഷിക്കുക എന്നീ മുദ്രാവാക്യം ഉന്നയിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രാപ്പകൽ സമരം ചൊവ്വാഴ്ച ആരംഭിക്കും. രാവിലെ 10 മണി മുതൽ ബുധനാഴ്ച രാവിലെ 10 മണി വരെയാണ് സമരം. നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് കയറി യാത്രികർക്ക് പരിക്ക്. കേച്ചേരി മഴുവഞ്ചേരിയിൽ കാർ നിയന്ത്രണം വിട്ട് മതിലിലേക്ക് ഇടിച്ചു കയറി. കാർ യാത്രികരായ കുന്നംകുളം കീഴൂർ സ്വദേശി പണിക്ക വീട്ടിൽ ഷംസുദ്ദീൻ, ഭാര്യ ആമിനക്കുട്ടി, മകൻ ഷഫീഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം പരിപാലന കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായ മഹല്ല് സംരക്ഷണ സഖ്യത്തിന് ഭൂരിപക്ഷം. 11 സീറ്റുകളിലേക്ക് നിലവിലെ ഭരണപക്ഷമായ മഹല്ല് ഐക്യവേദിയും പ്രതിപക്ഷമായ മഹല്ല് സംരക്ഷണ സഖ്യവും ഒരു സ്വതന്ത്രനുമടക്കം 28 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. കൂറ്റനാട് സ്കൂളിൽ നിന്നും വീട്ടിൽ പോകുന്നതിനായി ബസ് കാത്തു നിൽക്കുന്നതിനിടെ റോഡിൽ തളർന്നു വീണ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. കൂറ്റനാട് അല്ലമീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് സിയാനാണ് മരിച്ചത്. 15 വയസ്സാണ്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. വേലൂർ RMLP സ്കൂളിനരികിൽ രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ അറവു മാലിന്യം തള്ളി. കുറാഞ്ചേരി വേലൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മൺകൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നിടത്താണ് അറവു മാലിന്യങ്ങൾ തള്ളുന്നത്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ജനവാസ മേഖലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടിൽ വിള്ളലുകൾ സംഭവിച്ചത് നാട്ടുകാരെ ഭീതിയിലാക്കുന്നു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കലശമലക്കുന്നിന്റെ തെക്കുഭാഗത്തുള്ള വലിയ പാറക്കെട്ടാണ് അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ ചിറക്കുളത്തിന് മുൻപിലെ മൺകൂനകൾ നീക്കാത്തത് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നു. ചിറക്കൽ കാട്ടകാമ്പാൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് കുളത്തിന് സമീപം മണ്ണ് കൂട്ടിയിട്ടത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരുമനൂർ പഞ്ചായത്തിൽ UDF ജനപ്രതിനിധികൾ ഉപവാസ സമരം സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, വികസനത്തിനായി സർക്കാർ അനുവദിച്ച ലക്ഷങ്ങൾ ലാപ്സാക്കിയ ഭരണസമിതി രാജിവെക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കുക, UDF ജനപ്രതിനിധികളുടെ വാർഡുകളിലേക്ക് ഫണ്ട് അനുവദിക്കുക, തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം നടത്തിയത്. 1924 സ്ഥാപിതമായ കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദൈവാലയത്തിന്റെ ശതാബ്ദി വർഷ ആഘോഷ സമാപനവും 100ാമത് ഇടവക സ്ഥാപന തിരുനാളും നവീകരിച്ച മോണ്ടകത്തിന്റെ വെഞ്ചിരിപ്പും ആഗസ്റ്റ് 15 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാലസംഘം കടങ്ങോട് മേഖലാ സമ്മേളനം പാറപ്പുറം വായനശാല ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. പ്രകടനം, പതാക ഉയർത്തൽ, പ്രവർത്തന റിപ്പോർട്ട് അവതരണം, പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അയ്യങ്കാളി വിപണന കേന്ദ്രത്തിലെ 3 കടമുറികളിലെ പട്ടികജാതി കച്ചവടക്കാരെ മതിയായ കാരണങ്ങളില്ലാതെ ഒഴിപ്പിക്കാനുള്ള ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനത്തിനെതിരെ കോൺഗ്രസ്, ദളിത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. ലെജൻഡ്സ് എരുമപ്പെട്ടിയുടെ ആഭിമുഖ്യത്തിൽ വെറ്ററൻസ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി യുണൈറ്റഡ് സ്പോർട്സ് ഹബിൽ നടന്ന ടൂർണമെന്റ് സന്തോഷ് ട്രോഫി മുൻ ഗുജറാത്ത് ടീം ക്യാപ്റ്റൻ മണി പാഴിയോട്ടുമുറി ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി അക്കിക്കാവ് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ദിവസത്തെ വരുമാനം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. കണ്ടാണശ്ശേരിയിലെ തന്മയ ഹോട്ടൽ ഭക്ഷണം വിളമ്പി സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാലയ്ക്ക് സമീപത്ത് പൊതുപ്രവർത്തകനായ AN സജീവൻ നടത്തുന്ന ഹോട്ടലിൽ ഞായറാഴ്ച ലഭിച്ച വരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കീഴിൽ കടകൾ നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് സംഘടനയുടെ വയനാടിനെ ഒരു കൈത്താങ്ങ് പദ്ധതിയിലേക്ക് വേലൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വേലൂർ യൂണിറ്റിന്റെ വിഹിതം നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി രൂപ നൽകുന്നതിലേക്ക് നാളികേര ചലഞ്ച് നടത്തി ഫണ്ട് സമാഹരിക്കുകയാണ് കേരള കർഷക സംഘം പുന്നൂർക്കുളം വെസ്റ്റ് മേഖലാ കമ്മിറ്റി. മന്ദലാംകുന്ന് കിണർ യൂണിറ്റിൽ നിന്നും ആരംഭിച്ച ചലഞ്ച് വിവിധ യൂണിറ്റുകളിൽ നിന്നും നാളികേരം സംഭരിച്ച് പനന്തറയിൽ സമാപിച്ചു. മലങ്കര ജേക്കബ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ കുന്നംകുളം ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ ചാലിശ്ശേരി MPPM സൺഡേ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 156 പോയിന്റ് നേടിയാണ് കിരീട നേട്ടം. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിക്ക് കീഴിലെ ചാട്ടുകുളം കുരിശുപള്ളി പെരുന്നാളിന് കൊടിയേറി. വികാരി ഫാദർ VM ശമുവേൽ കൊടിയേറ്റം നിർവഹിച്ചു. വടക്കേക്കാട് പൂക്കോട് ചാരിറ്റബിൾ സൊസൈറ്റിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും കൊച്ചി ഐ ഫൗണ്ടേഷൻ ആശുപത്രിയും സംയുക്തമായി രക്തദാന ക്യാമ്പും
സൗജന്യ നേത്ര പരിശോധനയും നടത്തി. ചാലിശ്ശേരി പടിഞ്ഞാറേമുക്ക് പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർക്കിടക മാസാചരണം നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.